എടാ, ആദ്യമൊക്കെ നീ എന്നെ കളിയാക്കുമായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ഇന്നു മുതൽ അത് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സമാധാനമായി. ആദി ചിരിച്ചു കൊണ്ട് പറഞ്ഞു. പിന്നെ പുറത്തേക്കിറങ്ങി. എല്ലാവരും വന്നിരുന്നു. ആദി അച്ഛന്മാർക്കും അമ്മമാർക്കും ദക്ഷിണ കൊടുത്തു അനുഗ്രഹം വാങ്ങി. ആകാശ് പോർഷെ കാർ നന്നായി അലങ്കരിച്ചിരുന്നു. ആദി പോർഷയുടെ പിൻസീറ്റിൽ കയറി. നിത്യ മുന്നിലും. ആകാശ് ഡ്രൈവിംഗ് സീറ്റിലും കയറി. സൂരജിൻ്റെ കാറിൽ ലക്ഷ്മിയും കവിതയും മക്കളും കയറി. ആദിയുടെ കാർ വിശ്വനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതിൽ മാലതിയും കയറി. ആകാശ് കാർ മുന്നോട്ടെടുത്തു. പിന്നാലെ മറ്റു വാഹനങ്ങളും. 10:30-നും 11:30-നും ആണ് മുഹൂർത്തം. അപ്പോഴേക്കും അവിടെ എത്തിയാൽ മതി. പാറുവിനെ ബ്യൂട്ടീഷ്യൻ ഒരുക്കി കഴിഞ്ഞിരുന്നു. റെഡ് ചില്ലി കളർ ഫുൾ സ്റ്റോൺ വർക്ക് ചെയ്ത സാരിയിൽ 300 പവൻ്റെ ആഭരണങ്ങളും ഇട്ടു. ഉള്ളു തൂർന്ന നീണ്ട മുടി ഭംഗിയായി കെട്ടി നിറയെ മുല്ലപ്പൂവും ചൂടി. ഫുൾ മേക്കപ്പിൽ അവൾ ഒരു രാജകുമാരിയെപ്പോലെ നിന്നു. എല്ലാവരും അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവൾ മൂർത്തിക്കും യമുനയ്ക്കും ശേഖറിനും ദക്ഷിണ കൊടുത്തു. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചു. മൂർത്തിക്കും യമുനയ്ക്കുമൊപ്പം അവൾ ഇറങ്ങി. BMW ഭംഗിയായി അലങ്കരിച്ചിരുന്നു. മൂർത്തിയും യമുനയും പാറുവും കാറിൽ കയറി. മറ്റുള്ളവർക്ക് ട്രാവൽ ബസ് ഏർപ്പാട് ചെയ്തിരുന്നു. ഗേറ്റ് സെക്യൂരിറ്റികളും ബോഡി ഗാർഡ്സും സെർവൻസും കുടുംബസമേതം എത്തിയിട്ടുണ്ട്. വീടിൻ്റെ അടുത്തുള്ളവരും സമയത്ത് തന്നെ എത്തിച്ചേർന്നു. എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് യാത്ര തിരിച്ചു. ആദിയും സംഘവുമാണ് ആദ്യം തന്നെ സ്ഥലത്തെത്തിയത്. അപ്പോൾ തന്നെ അവനെ പ്രാദേശിക ചാനലുകളിലെയും മറ്റു TV ചാനലുകളിലെയും വീഡിയോഗ്രാഫർമാർ ക്യാമറയുമായി വളഞ്ഞു. ആകാശ് അവനെ രക്ഷപ്പെടുത്തി ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും പാറുവും എത്തി. അവളെയും വീഡിയോഗ്രാഫേഴ്സ് പൊതിഞ്ഞു. AM ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ CEO-യുടെ വിവാഹ വാർത്ത ലൈവായി TVയിൽ കാണിച്ചു തുടങ്ങി. മറ്റു സോഷ്യൽ മീഡിയയിലും ആദിയും പാറുവും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നിത്യ ആ തിരക്കിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു നിന്നു. 1500 പേർക്കിരിക്കാവുന്ന വലിയ ഓഡിറ്റോറിയമായിരുന്നു അത്. ക്ഷണിച്ച അതിഥികൾ എല്ലാവരും എത്തിയിരുന്നു. മൂർത്തിയും യമുനയും എല്ലാവരെയും സ്വീകരിച്ചിരുത്തി. സൂരജും ആകാശും വിശ്വനും അവർക്കറിയാവുന്നവരെ സ്വീകരിക്കുന്നുണ്ട്. ആദിയുടെ ഓഫീസിൽ ഉള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. അതിഗംഭീരമായി രാജകീയ സ്റ്റൈലിൽ ഡെക്കറേറ്റ് ചെയ്ത സ്റ്റേജിൽ സെറ്റ് ചെയ്ത ഇരിപ്പിടത്തിൽ ആദിയെ കൊണ്ടിരുത്തി. മുന്നിലെ തിങ്ങി നിറഞ്ഞ ജനസമുദ്രം കണ്ട് അവൻ്റെ കണ്ണു തള്ളി. ഇത്രയും പേരോ? അവനൊരു പരവേശം തോന്നി. അവൻ ആകാശിനെ കണ്ണുകൊണ്ട് അടുത്തേക്ക് വിളിച്ചു. ആകാശ് ചിരിച്ചുപോയി. അവൻ ആദിയുടെ അടുത്തേക്ക് പോയി. മൂർത്തിയും യമുനയും താലപ്പൊലിയുടെ അകമ്പടിയോടെ പാറുവിനെ സ്റ്റേജിലേക്ക് നയിച്ചു. യമുനയും നിത്യയും പാറുവിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. പാറു എല്ലാവരെയും നോക്കി കൈകൂപ്പിക്കൊണ്ട് ആദിയുടെ അടുത്തിരുന്നു. ആദി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മുഹൂർത്തമായി. നാദസ്വരമേളം മുഴങ്ങി. പൂജാരി മന്ത്രം ചൊല്ലി പൂജിച്ചു വെച്ച താലി ആദിയുടെ കയ്യിൽ കൊടുത്തു. കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുന്ന പാറുവിൻ്റെ കഴുത്തിൽ ആദി നിറഞ്ഞ മനസ്സോടെ താലി കെട്ടി. നിത്യ പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് പാറുവിൻ്റെ മുടി ഉയർത്തിക്കൊടുത്തു. ആദിയെ സഹായിച്ചു. പൂജാരി കൊടുത്ത സ്വർണ്ണ ചെയിൻ പാറു ആദിയുടെ കഴുത്തിലും ഇട്ടു. അവൻ തല കുനിച്ചു കൊടുത്തിരുന്നു. പരസ്പരം താമരമൊട്ടു കോർത്ത മാലയും ചാർത്തി. ബൊക്കയും കൈമാറി. ആദി പാറുവിൻ്റെ സീമന്തരേഖ സിന്ദൂരവും ചാർത്തി. മൂർത്തി നിറഞ്ഞ മനസ്സോടെ പാറുവിൻ്റെ വലതു കൈയെടുത്ത് ആദിയുടെ വലതു കൈയിൽ വെച്ചു കൊടുത്തു. കന്യാദാനം നടത്തി. ആദി അവളുടെ കൈ വിടാതെ 3 തവണ സ്റ്റേജിൽ സെറ്റ് ചെയ്ത അഗ്നികുണ്ഡത്തിന് വലം വെച്ചു. അതുകഴിഞ്ഞു മൂർത്തി കൊടുത്ത ദക്ഷിണ വെറ്റിലയിൽ വെച്ച് ആദിയും പാറുവും പൂജാരിയുടെ അനുഗ്രഹം വാങ്ങി. പൂജാരി അവരെ മനസ്സറിഞ്ഞു അനുഗ്രഹിച്ചു. പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു. ആകാശും നിത്യയും ഫോട്ടോ എടുത്തിറങ്ങി. എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് നിത്യ നോക്കി നിന്നു. പിന്നെ ആകാശിനെ നോക്കിയപ്പോൾ കണ്ടില്ല. നിത്യ അവനെ തിരഞ്ഞ് ഇറങ്ങി. കുറച്ച് ചെറുപ്പക്കാർ അവളെ നോട്ടം വിട്ടിരുന്നു. അവർ അവളുടെ അടുത്തുകൂടി. ആ നിമിഷം തന്നെ ആകാശ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ഇടയിൽ നിന്ന് നിത്യയെ രക്ഷിച്ചു. ആദിക്കും പാറുവിനും കിട്ടുന്ന ഗിഫ്റ്റ് വാങ്ങി വയ്ക്കുന്നത് ആകാശും നിത്യയുമാണ്. നിത്യയെ കണ്ടു കുറച്ച് പ്രായമുള്ള അമ്മമാർ അവളെ പരിചയപ്പെടാൻ വന്നു. അടുത്തെത്തിയപ്പോഴാണ് അവളുടെ നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ താലിയും അവർ കണ്ടത്.
ഓ, മോളുടെ കല്യാണം കഴിഞ്ഞതാണോ? അവർ ചോദിച്ചു. അതെ, ഞാനാ അവളുടെ ഭർത്താവ്. ആകാശ് ആ നിമിഷം തന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിത്യ ചിരിച്ചുപോയി. ചെറുപ്പക്കാർ നഷ്ടബോധത്തോടെ അവളെ നോക്കി. അതു കണ്ടു ആകാശ് നിത്യയുടെ കൂടെ തന്നെയായിരുന്നു. പിന്നീട് ഏത് സമയവും നടന്നത്, അക്കുവേട്ടാ എനിക്ക് വിശക്കുന്നു, വാ. അവൻ അവളെയും കൂട്ടി ഫുഡിൻ്റെ സെക്ഷനിലേക്ക് നടന്നു. അവിടെ കാലു കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. അതു കണ്ട് നിത്യ പറഞ്ഞു, സാരമില്ല അക്കുവേട്ടാ, തിരക്ക് കഴിഞ്ഞോട്ടെ. തൻ്റെ കൊച്ച് വിശന്നിരിക്കുന്നതോർത്ത് അവന് നല്ല വിഷമമുണ്ടായിരുന്നു. അവസാനം അവൻ സദ്യയുടെ സെക്ഷനിൽ പോയി 2 ഗ്ലാസ് പായസം വാങ്ങിക്കൊണ്ടുവന്നു. അവളെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രണ്ടും അവളെക്കൊണ്ട് കുടിപ്പിച്ചു. അവൾ കുറച്ച് ആകാശിനെയും കുടിപ്പിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൻ ചോദിച്ചു. എന്തോ പോലെ, എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു, നിത്യ പറഞ്ഞു. അത് വിശന്നിട്ടാ, അവൻ പറഞ്ഞു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അക്കുവേട്ടൻ ഇന്നലെ ഉറങ്ങിയിരുന്നോ? അക്കുവേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. കുറേ നേരം കണ്ണടച്ച് കിടന്നു. അച്ഛനും അമ്മയും ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ കണ്ണു തുറന്നു. ഇനി എന്നെ ഒറ്റയ്ക്കാക്കരുത്, എനിക്കത് സഹിക്കാൻ കഴിയില്ല, നിത്യ അവൻ്റെ കൈവണ്ണയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ, ഞാനും ഇന്നലെ ഉറങ്ങിയില്ല, നിന്നെ കാണാഞ്ഞു. അവിടെ 2 റൂമല്ലേ ഉള്ളൂ, ഒന്നിൽ ഞാനും ആദ്യം കിടക്കും, മറ്റേ റൂമിൽ അച്ഛനും അമ്മയും. അതുകൊണ്ടാ നിന്നെ ഞാൻ പറഞ്ഞയച്ചത്, ആകാശ് പറഞ്ഞു. അവൾ മൂളി. നമുക്ക് ആദിയേട്ടൻ്റെയും പാറു ചേച്ചിയുടെയും അടുത്തേക്ക് പോവാം, അവൻ ചോദിച്ചു. ഞാനില്ല, ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാ. അവിടെ കുറേ പൂവാലന്മാരുണ്ട്, വായി നോക്കികൾ. അക്കുവേട്ടൻ പൊയ്ക്കോ, അവൾ പറഞ്ഞു. ഫുഡ് കഴിച്ചവരൊക്കെ മൂർത്തിയോട് യാത്ര പറഞ്ഞു പോയി. ആദിയുടെ ഓഫീസിലുള്ളവരും ഫുഡ് കഴിച്ചു യാത്ര പറഞ്ഞു പോയി. തിരക്ക് കുറഞ്ഞു തുടങ്ങി. ആകാശും നിത്യയും ആദിയും പാറവും അച്ഛന്മാരും അമ്മമാരും ഫുഡ് കഴിക്കാൻ പോയി. മൂർത്തിയും യമുനയും കവിതയും അവരുടെ കൂടെ പോയി. അക്കുവേട്ടാ, ഇപ്പോൾ ഞാൻ ഫുഡ് ഒറ്റയ്ക്ക് കഴിച്ചോളാം, അക്കുവേട്ടൻ എടുത്തു തരുന്നത് ആരെങ്കിലും കാണും, അവൾ പറഞ്ഞു. വേണ്ട, ഞാൻ തന്നെ എടുത്തു തരാം, ആരു കണ്ടാലും എനിക്ക് കുഴപ്പമില്ല, അവൻ പറഞ്ഞു. ആകാശ് തന്നെയാണ് അവൾക്ക് ചിക്കൻ എല്ലിൽ നിന്ന് വേർപെടുത്തി കൊടുത്തത്. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അവൾ ചുറ്റും നോക്കി. പിന്നെ ചോറ് വാരി കഴിച്ചു. പാറുവിന് നന്നേ വിശന്നിരുന്നു. എന്നിട്ടും അവൾ കുറച്ചേ കഴിച്ചുള്ളൂ. ആദി അവളുടെ കൈ പിടിച്ചു വച്ചു. അത് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേൽറ്റാൽ മതി. പിന്നെ വേറെ വഴിയില്ലാതെ പാറു മുഴുവൻ കഴിച്ചു. തിരിച്ചു പോകാനുള്ള സമയമായി. ആകാശ് കാർ എടുത്തു ആദിയുടെയും പാറുവിൻ്റെയും അടുത്ത് വന്നു. മൂർത്തിയും യമുനയും അങ്ങോട്ട് വന്നു. നാളെ വിരുന്നിന് എല്ലാവരും അങ്ങോട്ട് വരണം, മൂർത്തി എല്ലാവരോടുമായി പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. വിശ്വനും മാലതിയും കയറിയ കാർ മുന്നിൽ പോയി. പിന്നാലെ ആകാശ് വണ്ടി വിട്ടു. അതിനു ശേഷം സൂരജ് കാർ എടുത്തു. വിശ്വനും മാലതിയും വീട്ടിലെത്തി. ആരതിയും നിലവിളക്കും റെഡിയാക്കി വെച്ചു. ആകാശ് കാർ മുറ്റത്ത് കൊണ്ട് നിർത്തി. ആദ്യം തന്നെ നിത്യ ചാടിയിറങ്ങി അകത്തേക്കോടി. സൂരജിൻ്റെ കാറും എത്തി. ലക്ഷ്മിയും കവിതയും പിള്ളേരും ഇറങ്ങി. അപ്പവും ചക്കിയും അകത്തേക്കോടി. ആകാശിന് ഒന്നും മനസ്സിലായില്ല. ആദി കാറിൽ നിന്നിറങ്ങി. പിന്നെ പാറുവിനെ കൈപിടിച്ചിറക്കി. അപ്പോഴേക്കും മാലതിയും ലക്ഷ്മിയും നിലവിളക്കും ആരതിയുമായി വന്നു. അവരുടെ പിന്നാലെ തന്നെ ഒരു ചെറിയ പ്ലേറ്റിൽ പൂക്കളുമായി നിത്യയും പനിനീരുമായി അപ്പവും ചക്കിയും ഉണ്ടായിരുന്നു. നിത്യ ആദിയുടെയും പാറുവിൻ്റെയും തലയിലേക്ക് പൂക്കളിടാൻ തുടങ്ങി. അപ്പവും ചക്കിയും പനിനീര് തളിക്കാനും ഒഴിക്കുന്നുന്ന് വേണം പറയാൻ, കാരണം അതിൻ്റെ ദ്വാരം കുറച്ച് വലുതായിരുന്നു. ആദിയും പാറുവും നല്ലോണം നനഞ്ഞു, അല്ല പനിനീരിൽ കുളിച്ചു. ലക്ഷ്മി ആദിയെയും പാറുവിനെയും ആരതി ഒഴിഞ്ഞു. മാലതി നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു. പാറു നിലവിളക്കുമായി ആ വീട്ടിലേക്ക് വലതുകാലിൽ വെച്ച് കയറി. അവൾ നിലവിളക്ക് ഹാളിൽ കൊണ്ടുവച്ചു. നിത്യയെ നോക്കിയപ്പോൾ അവളെ കണ്ടില്ല. ആകാശ് അവളെ തിരഞ്ഞിറങ്ങി. അവളും പിള്ളേരും വീടിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ആകാശ് അങ്ങോട്ട് ചെന്നു. ഇതെന്താ ഇവിടെ നിൽക്കുന്നേ? അവൾ ചോദിച്ചു. അത് ആദിയേട്ടൻ ചീത്ത പറയോ? അവൾ ചോദിച്ചു. എന്തിനാ ചീത്ത പറയുന്നത്? അവൻ ചോദിച്ചു. അതേ അക്കുവേട്ട, പിന്നെ ഉണ്ടല്ലോ, ഞാൻ പനിനീരിൻ്റെ ബോട്ടിലിൻ്റെ മൂടി തുളയ്ക്കാൻ എനിക്ക് പിന്നൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ പപ്പടക്കോല് കൊണ്ടാ ഓട്ട ഇട്ടത്, അത് കുറച്ച് വലുതായിപ്പോയി. ആദിയേട്ടനും പാറു ചേച്ചിയും നല്ലോണം നനഞ്ഞു, നിത്യ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ഒരു പൊട്ടിച്ചിരി കേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത്. അവിടെ സൂരജും വിശ്വനും ഉണ്ടായിരുന്നു.
നിത്യയെ തിരഞ്ഞ് രണ്ടുപേരും ആകാശിൻ്റെ പിന്നാലെ വന്നതാണ്. നീ ഒരു കാര്യം ചെയ്യ്, നേരിട്ട് വീട്ടിലേക്ക് വിട്ടോ. ആദിയുടെ മുന്നിൽ ചെന്ന് ചാടണ്ട, സൂരജ് നിത്യയോട് പറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ചു. അതിന് ഞാനല്ലല്ലോ പനിനീര് തളിച്ചത്, ഇവരല്ലേ. അവൾ അപ്പുനെയും ചക്കിയെയും നോക്കി പറഞ്ഞു. അവർ പേടിച്ചുപോയി. നീ അവരെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് എനിക്കറിയാം, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ, സൂരജ് പറഞ്ഞു. അവൾ പിന്നെയും മുഖം വീർപ്പിച്ചു. സാരമില്ല, ആദ്യമൊന്നും പറയില്ല, ആകാശ് അവളെ സമാധാനിപ്പിച്ചു. നീ വന്നേ, അവിടെ പാറു ചേച്ചി ഒറ്റയ്ക്കാ. അവൻ അവളെയും പിള്ളേരെയും കൂട്ടി അകത്തേക്ക് നടന്നു. അകത്ത് ഹാളിൽ മധുരം കൊടുപ്പിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആദ്യം തന്നെ മാലതി മധുരം ചേർത്ത പാലും പഴവും സ്പൂണിലെടുത്തു രണ്ടുപേർക്കും നൽകി. അതു കഴിഞ്ഞ് ലക്ഷ്മിയും കവിതയും കൊടുത്തു. ആകാശ് അത് നോക്കി നിന്നു. ആദ്യം എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ നിത്യ തടഞ്ഞു. എനിക്കും കൊടുക്കണം, ഞാനും കൊടുക്കും. അവൾ മാലതിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി സ്പൂൺ മാറ്റിവെച്ചു. പിന്നെ ആദിയുടെ അടുത്ത് ചെന്ന് ഗ്ലാസ് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. കുടിക്കാതിയേട്ടാ. ആദ്യ ഒരിറക്ക് കുടിച്ചു. പിന്നെ അത് പാറുവിനും കൊടുത്തു. അവളും കുറച്ച് കുടിച്ചു. ആകാശ് കണ്ണു മിഴിച്ചു നിൽക്കുകയായിരുന്നു. അത് കണ്ട് നിത്യ ചോദിച്ചു, എന്തേ അക്കുവേട്ടാ, നിങ്ങൾക്കും കൊടുക്കണോ? അത് കേട്ട് ആദി വേഗം എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ആദ്യം തന്നെ ഒരു തോർത്തെടുത്തു തൻ്റെ തല തോർത്തി. തലയിൽ മുഴുവൻ പനിനീരായിരുന്നു. മാത്രമല്ല മുഖത്തൂടെ ഒലിച്ചിറങ്ങുന്നുമുണ്ട്. അവൻ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. വേഗം തന്നെ കുളിച്ച് വേഷം മാറ്റി ഇറങ്ങി. അവൻ നിത്യയെ വിളിച്ചു പാറുവിനെ വേഷം മാറ്റാൻ സഹായിക്കാൻ പറഞ്ഞു. പാറുവിന് വേണ്ടി വാങ്ങിവെച്ച ഡ്രസ്സും കാണിച്ചു കൊടുത്തു. ആദ്യ പുറത്തിറങ്ങി. ആകാശ് ഉണ്ടായിരുന്നു മുറ്റത്ത് പന്തലിൽ. പിറ്റേന്ന് വിരുന്നു പോകുന്നതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു ആകാശും വിശ്വനും സൂരജും ലക്ഷ്മിയും മാലതിയും എല്ലാം. കവിത കൃഷ്ണന് ഫുഡ് കൊടുക്കാൻ പോയതായിരുന്നു. ആദി ചീത്ത പറയുമെന്ന് പേടിച്ച് അവരും പോയി. ആദി വന്നപ്പോൾ ആകാശ് പനിനീർ കഥ വിവരിച്ചു പറഞ്ഞു. ആദി ചിരിച്ചുപോയി. മാലതിയും ചിരിയോട് ചിരി. അവളെ അടക്കി നിർത്താൻ ഞങ്ങളെക്കൊണ്ട് കഴിയില്ല മോനെ, ഇനി നീ അടക്കി നിർത്താൻ നോക്ക്, ലക്ഷ്മി ആകാശിനോട് പറഞ്ഞു. ഇതൊക്കെ ഒരു രസമല്ലേ ആൻറ്റി, സാരമില്ല, വിട്ടുകളയെന്നേ, ആദി ചിരിയോടെ പറഞ്ഞു. വിശ്വൻ തലകുലുക്കി. പിന്നെ ആകാശ് അവള് പാടത്ത് വീണതും തന്നെ തള്ളിയിട്ടതും അവസാനം ഡ്രസ്സ് തങ്ങൾ തന്നെ അലക്കേണ്ടി വന്നതും വിവരിച്ചു പറഞ്ഞു. ആദി ചിരിയോട് ചിരി. അവളുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല അല്ലേ, അവൻ ചോദിച്ചു. അവള് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പണി കിട്ടും, അതുറപ്പാ, ആകാശ് ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും കുളിച്ച് വേഷം മാറ്റി പാറുവും നിത്യയും അങ്ങോട്ട് വന്നു. അക്കുവേട്ടാ, എനിക്ക് ഡ്രസ്സ് മാറ്റണം, ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എന്താ ചെയ്യുന്നേ? അവൾ രാവിലെ ഇട്ട വേഷത്തിൽ തന്നെയാണ്. ഓക്കെ, പോയി ഡ്രസ്സ് മാറ്റി വരാം, ആകാശ് പറഞ്ഞു. ഞങ്ങളും ഉണ്ട് മോനെ, ഞങ്ങൾക്കും ഡ്രസ്സ് മാറ്റണം, ലക്ഷ്മിയും സൂരജും പറഞ്ഞു. ഞങ്ങൾ പോയി പെട്ടെന്ന് തന്നെ വരാം, ലക്ഷ്മി ആദിയോട് പറഞ്ഞു. അവൻ തലകുലുക്കി. ചേച്ചി പോയി വരാട്ടോ, പാറുവിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞുകൊണ്ട് നിത്യ സൂരജിൻ്റെ വണ്ടിയിൽ കയറി. സൂരജും ലക്ഷ്മിയും പിന്നിൽ കയറി. ആകാശ് വണ്ടി ഡ്രൈവ് ചെയ്തു. അവർ വീട്ടിലെത്തി. ലക്ഷ്മി വാതിൽ തുറന്നു. നിത്യ റൂമിലേക്ക് ഓടി. അവൾക്ക് സാരി തടയുന്നുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറുമ്പോൾ ആകാശ് അവളെ പിടിച്ചു വച്ചു. പതുക്കെ കയറ്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് പിന്നെയും ഓടി. ആകാശ് പുഞ്ചിരിച്ചു. അവൾ റൂമിലെത്തി സാരി അഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ആകാശ് വരുന്നത്. സാരിയിലെ പിന്നഴിക്കാൻ അവനും സഹായിച്ചു. സാരി അഴിച്ചു കിടക്കയിലേക്കിട്ട് അവൾ മുടിയിലെ മുല്ലപ്പൂവും അഴിച്ചു മാറ്റി. പിന്നെ അലമാരയിൽ നിന്ന് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ആകാശ് കിടക്കയിലേക്ക് മലർന്നു. നിത്യ വേഗം തന്നെ കുളിച്ച് ഡ്രസ്സ് മാറ്റി ഇറങ്ങി. അക്കുവേട്ടൻ കുളിക്കുന്നില്ലേ? അവൻ മൂളിക്കൊണ്ട് അവളുടെ മുടി തോർത്തി കൊടുത്തു. പിന്നെ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് ടവലും ഉടുത്താണ് അവൻ ഇറങ്ങി വന്നത്. അവൾ സാരി മടക്കി വയ്ക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ആകാശ് അത് ടെറസിലെ ഷീറ്റിട്ട ഭാഗത്ത് ഉള്ള അയയിൽ വിരിച്ചിട്ടു. രാവിലെ ഇട്ടതല്ലേ, അതൊന്ന് കാറ്റ് കൊള്ളട്ടെ, നിത്യ തലയാട്ടി. അവൻ ഡ്രസ്സ് മാറ്റി. അക്കുവേട്ടൻ ഇവിടെ ഇരുന്നേ, അവൾ കട്ടിൽ ചൂണ്ടിക്കാട്ടി. അവൻ മനസ്സിലാവാതെ കട്ടിലിലിരുന്നു. അവൻ അഴിച്ചിട്ട തോർത്തെടുത്ത് അവൻ്റെ മുടി തോർത്തി കൊടുത്തു. ശരിക്കും അമർത്തിയിട്ടൊന്നുമല്ല, മുടിയുടെ മുകളിലൂടെ തലോടുന്ന പോലെ. അവൻ ചിരിച്ചുപോയി. എൻ്റെ കോച്ചിന് തീരെ ശക്തിയില്ല,
അക്കുവേട്ടൻ തന്നെ തോർത്തിക്കോളാം, അവൻ പറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ചു മാറി നിന്നു. പിന്നെ ഒരു പൊട്ടും തൊട്ട് സിന്ദൂരവും തൊട്ട് താഴേക്കിറങ്ങി. ആകാശും അവളുടെ പിന്നാലെ ഇറങ്ങി. സൂരജും ലക്ഷ്മിയും കുളിച്ചു ഡ്രസ് മാറ്റി താഴെയുണ്ട്. അവരെ കണ്ടപ്പോൾ ലക്ഷ്മി കിച്ചണിൽ പോയി ചായ എടുത്തു വന്നു. ഓരോ കപ്പ് ചായ ആകാശും നിത്യയും സൂരജും എടുത്തു. അമ്മേ, പലഹാരമൊന്നുമില്ലേ? ഇപ്പോൾ വേണോ? അവൾ മൂളി. ലക്ഷ്മി പലഹാരം ഇട്ടുവെച്ച പാത്രം അതോടുകൂടി എടുത്തു കൊടുത്തു. നിത്യ അവൾക്കിഷ്ടപ്പെട്ടതൊക്കെ എടുത്തു കഴിച്ചു. ഇടയ്ക്ക് ആകാശിൻ്റെ വായിലും സൂരജിൻ്റെ വായിലും വെച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. വായിൽ കുത്തിക്കയറ്റുകയാണ്. അവസാനം സൂരജ് വേഗം ചായ കുടിച്ചെഴുന്നേറ്റുപോയി. പിന്നാലെ ആകാശം. അത് കണ്ട് നിത്യ ചായ കുടിച്ചു പലഹാരപാത്രം അടച്ചു വെച്ചു.